ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് രാവിലെ മുതലേ ഹയർ ചോളികൾ പാനിക്കാണ്. എന്തോ മാതൃഭൂമി ഇവരെ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന് രണ്ടാമത്തെ ന്യൂസായിട്ട് കൊടുത്തു. അത്രേ പാവം. എന്താ ചെയ്യുക? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പാനിക്കാവാതിരിക്കാൻ വയ്യല്ലോ എന്നാണ് പറയുന്നത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയാണല്ലോ. ഈ ഞായറാഴ്ചയും പോളിംഗം വന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. നെഞ്ഞത്തടിച്ച് കരയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളാരെയും പറ്റിച്ചിട്ടില്ല. നമ്മളെ പൂളിംഗം കൊടുത്തുകൊണ്ടേയിരുന്നു, പൂട്ടുന്നതിൻ്റെ തലേന്ന് വരെ പൂളിംഗം കിട്ടിയവരുണ്ട് എന്നാണ് പറയുന്നത്. മക്കളെ, നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കമ്പനി അനധികൃത നിക്ഷേപം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പട്സ് കോടതി പറയുന്നത് അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജഡ്ജ് 2-3 തവണ ഉയർത്തിക്കാട്ടിയത് മാർട്ടിൻ സാറോട് ചോദിച്ചത്, ഇത് ഇറക്കാൻ RBIയുടെ അനുമതി വേണ്ടേ? ഇത് ഇറക്കാൻ RBIയുടെ അനുമതി വേണ്ടേ? ബോണ്ട് കാണിച്ചിട്ടാണ് ചോദിച്ചത്. സാർ, അങ്ങനെ ബോണ്ടൊന്നും നമ്മൾ ഇറക്കിയിട്ടില്ല സാർ, അതൊക്കെ ഫേക്കാണ്, ഫേക്ക് എന്ന് 2-3 നോട്ടീസ് സംഭവിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ബോണ്ടിൻ്റെ ഒരു മോഡല്, നിങ്ങളൊന്നും കാണാത്തൊരു മോഡല് നമ്മുടെ കുറ്റപത്രത്തിലുണ്ട്. ആ കുറ്റപത്രമല്ല, നമ്മുടെ ജഡ്ജ്മെൻറ്റിലുണ്ട്. ആ ജഡ്ജ്മെൻറ്റൊന്നും അപ്ഡേഷൻ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പുകളിൽ, മുന്നോട്ടുള്ള നടപടികളിൽ ഷെയർ ചെയ്യൂല. കാരണം പാനിക്കാവും എന്നുള്ളതാണ്. ശ്രീനയുടെ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യില്ല, പാനിക്കാവും. നമ്മുടെ കോടതിക്കെതിരെ ബഡ്സ് ആക്ട് ചുമത്തിയാൽ നമ്മളത് ഷെയർ ചെയ്യില്ല, പാനിക്കാവും. നമ്മളിങ്ങനെ കമ്പനി തിരിച്ചു വരുമെന്നും പ്രതാപൻ്റെ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യില്ല, കമ്പനി പാനിക്കാവും, ആൾക്കാർ പാനിക്കാവും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരമാണ് ഇവന്മാർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലാ കലക്ടർ എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് ഈ പണം തിരികെ കൊടുക്കാൻ വേണ്ടി നടപടിയെടുത്തപ്പോൾ വെറും 3 ആഴ്ചയാണെങ്കിൽ കൂടി അതിനെ കൂടി പാര വെക്കുന്ന ആൾക്കാരാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നെഞ്ഞത്തടിച്ച് നമ്മൾ പൂളിംഗം വന്നില്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്നത്. അവർ കരയട്ടെ എന്ന് തന്നെയാണ് പറയേണ്ടത്. അവരങ്ങനെ കരയട്ടെ. അപ്പോൾ